Hello everyone. Here we are going to discuss about a topic isotope separation. It is one of the application of the lasers, especially the tunable lasers, is in isotope separation, which is of immense importance for nuclear power reactors. അതായത് ലേസറിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒരു ആപ്ലിക്കേഷനാണ് ഐസോടോപ്പ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സിലാണ്. Nuclear reactors need the isotope of uranium U-235, which is only 0.7% of the natural uranium. This technique of laser isotope separation, which is short form LIS, is based on the fact that different isotopes absorb light at different frequencies. അതായത് ഈ ലേസർ ഐസോട്ടോപ്പ് സെപ്പറേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും ബേസ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ഐസോട്ടോപ്പ് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലാണ് എന്ന ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എൽ ഐ എസ് വർക്ക് ചെയ്യുന്നത്. A particular species is selectively excited by means of a highly monochromatic laser properly tuned to specific resonance and then separated from the mixture by one of the several processes available. അതായത് ഒരു ഐസോട്ടോപ്പ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഐസോട്ടോപ്പ് വേറൊരു മോണോക്രോമാറ്റിക് ലേസറിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് എക്സൈറ്റ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതാണ് LISൽ സംഭവിക്കുന്നത്. ഇൻ LIS, വൺ മേക്സ് യൂസ് ഓഫ് ദ ലൈറ്റ് ഡിഫറൻസസ് ഇൻ ദ എനർജി ലെവൽസ് ഓഫ് ദ ആറ്റം ഓഫ് ദ ഐസോട്ടോപ്സ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ന്യൂക്ലിയർ മാസ്. ദ ഡിഫറൻസ് ടേംഡ് ആസ് ഐസോട്ടോപ്പ് ഷിഫ്റ്റ്. അതായത് ഒരു ആറ്റത്തിൻ്റെ തന്നെ ഐസോട്ടോപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് ന്യൂക്ലിയർ മാസ്സാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എനർജി ലെവൽസ് തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ഐസോട്ടോപ്പ് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. Thus, light of certain wavelength may be absorbed by one isotope while the other isotope of the element do not absorb it. അതായത് ഈ ഒരു എനർജി ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ലൈറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഒരു ഐസോട്ടോപ്പ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതേ വേവ് ലെങ്ത് മറ്റേ ഐസോട്ടോപ്പ് അബ്സോർബ് ചെയ്യണമെന്നില്ല. അപ്പോൾ ലേസർ ഐസോട്ടോപ്പ് സെപ്പറേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഐസോട്ടോപ്പിക് മിക്സ്ചർ ഇൻ വേപ്പർ ഫോം. അപ്പോൾ അതിനുശേഷം ലേസർ ഫോട്ടോ എക്സൈറ്റേഷനാണ്. ദെൻ എക്സ്ട്രാക്ഷൻ ഓഫ് സെലക്റ്റഡ് ഐസോട്ടോപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് ലേസർ ഐസോട്ടോപ്പ് സെപ്പറേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ ഐസോട്ടോപ്പ് സെപ്പറേഷൻ നടക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. അത് ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ separation using radiation pressure, separation by selective photoionization or photodissociation, and third one photochemical separation. The first method for isotope separation is separation using radiation pressure. This is one of the laser isotope separation methods. The principle behind this method is the deflection of free atoms or molecules by radiation pressure. When a photon is absorbed by an atom, the momentum of the atom is increased by the photon momentum h nu by c, and hence the atom is pushed in the direction of the incident photon. അതായത് ഒരു ആറ്റം ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ആ ആറ്റത്തിൻ്റെ മൊമെൻ്റ് എന്ത് ചെയ്യും, ഫോട്ടോൺ മൊമെൻ്റം h nu by c വെച്ച് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആ ആറ്റം എന്ത് ചെയ്യുന്നു, ഈ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഡയറക്ഷനിൽ പുഷ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സിംഗിൾ ഫോട്ടോൺ അബ്സോർപ്ഷൻ്റെ ഫലമായിട്ട് ഈ ആറ്റത്തിന് കിട്ടുന്ന മൊമെൻറ്റം വളരെ സ്മോൾ മൊമെൻറ്റമാണ്. അപ്പോൾ സഫിഷ്യൻറ്റ് മൊമെൻറ്റം ആറ്റത്തിന് കിട്ടണമെങ്കിൽ മെനി ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യണം, ഡിഫറെൻറ്റ് ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ആറ്റത്തിന് എന്തായിരിക്കണം, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വളരെ ഷോർട്ട് ലൈഫ് ടൈം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ, when the excited atom is dropped to the ground state, it emits a photon and acquires a momentum opposite to the emitted photon direction. അതായത് എക്സൈറ്റഡ് ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പം ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും, ഫോട്ടോൺ എമിറ്റ് ചെയ്യും. Then the atom can again absorb another photon and it undergoes another emission and this process is repeated. അപ്പോൾ ആറ്റത്തിന് വീണ്ടും വേറൊരു ഫോട്ടോൺ അബ്സോർബ് ചെയ്യാൻ പറ്റും, എന്നിട്ട് വീണ്ടും മേലെ എക്സൈറ്റ് ചെയ്ത് വീണ്ടും എമിഷൻ നടത്തി തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും.
Since the emissions occur in all random directions, the net effect of many absorption and emission is to push the atoms along the laser beam. അപ്പം ഈ എമിഷൻ നടക്കുന്നത് റാൻഡം ഡയറക്ഷൻസിലാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ മെനി അബ്സോർപ്ഷൻസിൻ്റെയും എമിഷൻസിൻ്റെയും നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, നെറ്റ് എഫക്റ്റിൻ്റെ ഫലമായിട്ട് ആറ്റം എന്ത് ചെയ്യും, ലേസർ ബീമിന് അലോങ് ആയിട്ട് പുഷ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ ഒരു സംഭവം സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനായിട്ട് കൊടുത്തിരിക്കുന്ന പിക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദിസ് ഫിഗർ ഷോസ് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ദ സെപ്പറേഷൻ ഓഫ് ദ ഡിസൈർഡ് ഐസോട്ടോപ്പ് യൂസിങ് റേഡിയേഷൻ പ്രഷർ മെത്തേഡ്. In this technique, the laser beam is allowed to impinge on an atom beam at right angles. Now only the desired isotope atoms absorb the laser beam and are deflected. The second method is separation by selective photoionization or photodissociation. The most popular scheme of isotope separation is the two-step photoionization of atoms or the two-step photodissociation of molecules. The first step causes the selective excitation. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഫിഗറും കൂടെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു സെലക്റ്റീവ് എക്സൈറ്റേഷൻ നടക്കുന്നു. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് സെലക്റ്റഡ് ഐസോട്ടോപ്പ് ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തുന്നു. അവിടുന്ന് വീണ്ടും എന്ത് സംഭവിക്കുന്നു, സെക്കൻഡ് എക്സൈറ്റേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ഫോളോഡ് ബൈ സെക്കൻഡ് എക്സൈറ്റേഷൻ വിച്ച് അയണൈസസ് ദ എക്സൈറ്റഡ് ആറ്റം ഓർ ഡിസോസിയേറ്റഡ് ദ എക്സൈറ്റഡ് മോളിക്യൂൾസ്. അപ്പോൾ അത് ആറ്റത്തിന് എന്ത് ചെയ്യുന്നു, എക്സൈറ്റഡ് ആറ്റത്തിന് അയണൈസ് ചെയ്യുന്നു. In the case of atoms, the separation can be carried out by extracting the ions by means of electric field. In the case of molecules, the dissociation products are separated from the other molecule directly or by means of chemical reaction. അപ്പം ഈ ടു സ്റ്റെപ്പ് ഫോട്ടോ ഡിസോസിയേഷൻ പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ദ സെപ്പറേഷൻ ഓഫ് ടു ബോറോൺ ഐസോട്ടോപ്പ്. ഇത് 10B and 11B എന്നല്ല, ബോറോൺ 10 and ബോറോൺ 11 ആണ് ഇത് ബോറോണിൻ്റെ രണ്ട് ഐസോട്ടോപ്സ് ബൈ ദ ഡിസോസിയേഷൻ ഓഫ് Bc3 മോളിക്യൂൾ. അപ്പം ഈ രണ്ട് ഐസോട്ടോപ്പ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ടു സ്റ്റെപ്പ് ഫോട്ടോ ഡിസോസിയേഷൻ പ്രോസസ്സിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഫസ്റ്റ് ഫിഗർ ടു സ്റ്റെപ്പ് ഫോട്ടോ അയണൈസേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് ടു സ്റ്റെപ്പ് ഫോട്ടോ ഡിസോസിയേഷൻ ഓഫ് മോളിക്യൂൾസിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി തേർഡ് മെത്തേഡ് ഈസ് photochemical separation. Another possible way of separating selectively excited atoms or molecules from those in the ground state is by means of chemical reaction. അപ്പം മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ വഴി ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. The reaction must be chosen such that it takes place only with the selected atoms or molecules in the excited state but not with those in the ground state. അതായത് നമ്മളിവിടെ റിയാക്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ റിയാക്ഷൻ നടക്കേണ്ടത് ഈ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഈ റിയാക്ഷൻ നടക്കരുത്. The isotope of interest can be separated from other isotopes by chemical separation of the reaction products. Okay. Then ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. One of the example is the enrichment of deuterium using HF laser. Some lines of HF laser coincide with the strong transition lines of methanol but not with the corresponding lines of deuterium methanol. The excitation activates the reaction of methanol as CH3OH plus Br2 is equal to 2HBr plus HCOOH. ഇത് കാണിക്കുന്നത് ഈ നമ്മുടെ ഫോട്ടോ കെമിക്കൽ സെപ്പറേഷൻസിന് ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ ഓഫ് LIS, ദാറ്റ് ഈസ് ലേസർ ഐസോട്ടോപ്പ് സെപ്പറേഷൻ്റെ ആപ്ലിക്കേഷനാണ് പറയുന്നത്. One of the most important fields in which the laser isotope separation process finds application is the nuclear power industry, which requires uranium enriched with the isotope U-235. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു. ഈ ലേസർ ഐസോട്ടോപ്പ് സെപ്പറേഷന് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളത് നമ്മുടെ ന്യൂക്ലിയർ പവർ ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം, യുറാനിയം എൻറിച്ച്ഡ് ആയിട്ടുള്ള uranium-235 ഐസോട്ടോപ്പാണ് അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്.
In addition to nuclear power industry, this process helps to obtain certain isotopes that are used as tracers in medicine, agriculture, research industry, etc. അപ്പം ന്യൂക്ലിയർ പവർ ഇൻഡസ്ട്രീനെ കൂടാതെ സർട്ടൈൻ ഐസോടോപ്സ് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ട്രേസേഴ്സ് ഇൻ മെഡിസിൻ, അഗ്രികൾച്ചർ, റിസർച്ച്, അങ്ങനെ പല സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ലേസർ ഐസോടോപ്പ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോടോപ്പ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ലേസറിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു എവരി വൺ.